ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ? ഞങ്ങൾ അറിയുന്നില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സമരമാണെന്ന്. എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പൊടിക്കുഞ്ഞുങ്ങൾ അവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാത്തതാ. കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കായാലും നമുക്ക് പെട്ടെന്ന് കേരളത്തിൽ എത്തിച്ചെന്നിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക്, അതായത് നമ്മളിപ്പോൾ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നവരായാലും റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നവരായാലും ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങുന്നവർക്കായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ 1 മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ 3 മാസം മുന്നേ ബുക്ക് ചെയ്ത് വെച്ചതായിരിക്കും ടിക്കറ്റുകളെല്ലാം. അപ്പം നമ്മൾ ഇന്ന് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് വീട്ടിലെത്താനായിട്ട് യാതൊരു മാർഗവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അവർ ചോദിക്കുന്നത്, ഈ ഹർത്താൽ നടത്തുന്ന ആൾക്കാർ ചോദിക്കുന്നത്, ഞങ്ങൾ 1 മാസം മുന്നേ ആഹ്വാനം ചെയ്ത കാര്യമാണ്. രാജ്യം ആഹ്വാനം ചെയ്തിട്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന് KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തു. ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലിറങ്ങി അവന്മാർ അവന്മാർ ഭാര്യ പറഞ്ഞാൽ ജോലിക്ക് പോകുന്നില്ലേ? കൊടുത്തിട്ടുണ്ടല്ലോ KSRTC ബസ് ഓടണം, ഈ വയ്യാത്തവരെ കൊണ്ട് പോകണം, വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ KSRTC ബസ് യാത്ര ചെയ്യാൻ തടഞ്ഞ? എന്തിനാ? എന്തിനാ? അറ്റ്ലീസ്റ്റ് ഒരു മര്യാദയെങ്കിലും വേണ്ടി പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് വരുന്നത് നമ്മൾ അറിയില്ല. ഓക്കെ, അവർ പറയുന്ന ന്യൂസ് കാണാൻ നമ്മൾ കണ്ടില്ല. നമ്മൾ എത്തിയപ്പോഴാണ് അറിയുന്നത് എന്താ സമരമാണെന്ന്. നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. പക്ഷേ അതിന് ഇങ്ങനൊരു മാർഗമാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇതിപ്പോ സാധാരണക്കാരായ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് ഒരു ഹർത്താലിന്റെ പേരിൽ? എത്രയോ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനായിട്ട്, എൻട്രൻസ് പരീക്ഷ എഴുതാനായിട്ട് അവിടെ ഹാളിൽ, എൻട്രൻസ് പരീക്ഷ എഴുതുന്ന ഹാളിൽ എത്തിച്ചേരാൻ പറ്റാതെ പരീക്ഷ എഴുതാൻ പറ്റാതായിപ്പോയി. ഈ ഒരു കുട്ടിയുടെ മരണം കൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനാണോ? ഇപ്പം നിതിൻ രാജിന്റെ മരണത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വേണം നമുക്ക് ഇതിന് പൊരുതാനായിട്ട്. പക്ഷേ ഈ ഒരു ഹർത്താൽ കൊണ്ട് പല ആൾക്കാർക്കും ആ നിതിൻ രാജിനോട് ദേഷ്യം തോന്നത്തുള്ളൂ. ഈ ഹർത്താൽ നടത്തുന്നവരോടും ദേഷ്യം തോന്നത്തുള്ളൂ. ഒറ്റക്കെട്ടായിട്ട് നിൽക്കൂ. എന്റെ ഒരു കണക്കൂട്ടിൽ ഇല്ല. പക്ഷെ ഇതിന്റെ ഒരാവശ്യം ഇല്ലായിരുന്നു. ഈ ഒരു ഹർത്താൽ നടത്തും. നിങ്ങൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നിങ്ങൾ ഒഴിവാക്കൂ. വയസ്സായവരെയും രോഗാവസ്ഥയിൽ കിടക്കുന്നവരെയും പരീക്ഷ എഴുതുന്നവരെയും നിങ്ങൾ ഇതിൽ നിന്നും, ഈ ഹർത്താലിൽ നിന്നും ഒഴിവാക്കൂ. അല്ലാതെ പരീക്ഷ എഴുതാൻ പോകുന്ന പോവാൻ അനുവദിക്കാതെ ഇപ്പോഴും ഈ വീട്ടിലെ കണ്ണീർ തോർന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹർത്താൽ നടക്കുകയാണ് സംസ്ഥാന വ്യാപകമായിട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ. നിതിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? നീതി ലഭിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ആരൊക്കെയോ ചേർന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയാണ് കാണിക്കുന്നത്. കാരണം 18 ദിവസമായിട്ട് ഒരു പ്രതിയെ പോലും പിടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഒരു വിഷ്വൽസ് പോലും ഞങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. കോളേജിൽ എന്ത് നടന്നെന്ന് ശരിയായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ചുറ്റിപ്പറ്റി ഒരു വ്യക്തതയില്ലാതെയാണ് അവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറയുന്നത്. മരണം നടന്നു എന്ന് പറയുന്നത് അവിടെ ഒരു ചോരപ്പാടൊന്നുമില്ല. ഞങ്ങൾക്ക് വേറെ ടിക്കറ്റ് കിട്ടില്ല. ഇന്നലെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഇന്നിപ്പോ ഞങ്ങൾ കേരളത്തിൽ എത്തുന്നു. അപ്പോ ഇന്നിപ്പോ എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ യാത്ര ക്യാൻസൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടില്ല. അപ്പൊ സാധാരണക്കാരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടാണോ ഇങ്ങനെ ഹർത്താൽ ചെയ്യുന്നത്? നിങ്ങളിപ്പം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു പബ്ലിക് ട്രാൻസ്പോർട്ട് ഒഴിവാക്കണം, ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കണോ. പക്ഷെ അവരെയും തടയുകയാണ്. മീഡിയക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോ അവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാട്ടിക്കുട്ടലുകൾ കാണിക്കുവാണ്. എന്തിന്? നിങ്ങള് നിതിൻ രാജിനെ നിതിൻ രാജിന്റെ അച്ഛൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞില്ലേ 18 ദിവസമാണ് നിതിൻ രാജിന്റെ മരണം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ഹർത്താൽ നടത്തുന്ന ആൾക്കാർ പറയുന്നത് 1 മാസം മുന്നേ ഞങ്ങൾ ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തതാണെന്ന്. രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയാം, ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗം എന്നത് ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചാൽ രോഗം തന്നെ? എനിക്ക് പോകാൻ പറ്റണ്ട. എന്റെ ശരീരം ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിക്കല്ലേ ഹർത്താൽ? 6 മണിക്കല്ലേ? ഞാൻ വരില്ല.
ഞങ്ങൾ ജീവിക്കണ്ടേ? വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ തർക്കിച്ചോണ്ട് വിടില്ല. നിതിന്റെ അച്ഛൻ പറയുന്നത് അവർക്ക് നീതി കിട്ടിയിട്ടില്ല. ഈ ആക്ഷൻ കൗൺസിലുകാർ ഒരു ഹർത്താൽ എന്നുള്ള വ്യാജേന സാധാരണക്കാരെ കഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിതിൻ രാജിന്റെ മരണത്തിന് നിതിൻ രാജിന് നീതി മേടിച്ചു കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പിടിക്കാനായിട്ട് എന്തെങ്കിലും ശ്രമിക്കൂ. ഇപ്പൊ ഇയാൾ പറയുന്നു 10 ദിവസത്തിന് മുന്നേന്ന്, വേറെ ഒരെണ്ണം കണ്ടതിനകത്ത് 1 മാസം മുന്നേന്ന് പറയുന്നു. ഈ ആൾക്കാർ പലതും വായി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പറയൂ. കറക്റ്റ്. ഒരു ജീവന് വേണ്ടിയിട്ട് മറ്റുള്ള ജീവനുകൾ ബലിയാടാക്കാനാണ് ഈ ഹർത്താൽ നടത്തുന്നവർ ചെയ്യുന്നത്. ഇപ്പോൾ അസുഖമായിട്ട് ക്രിട്ടിക്കൽ ആയിട്ട് വന്ന് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോകാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ സർജറി ചെയ്യാനായിട്ടുള്ള ഡോക്ടേഴ്സിനെ ഇവർ തടഞ്ഞു വെക്കുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ രോഗിക്ക് ഡോക്ടറിന്റെ ഇത് കിട്ടാതെ അവർ ചിലപ്പോൾ മരണപ്പെടാം. അപ്പോൾ ഒരാളുടെ മരണത്തിന് നിങ്ങൾ പല ജീവനുകളാണ് ബലി കൊടുക്കുന്നത്. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെന്നായിരുന്നു ബിടെക്. അപ്പം നല്ലൊരു കോളേജാണ് VIT. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അത് 2 മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നു. പിന്നെ 9 മണിക്ക് കറക്റ്റായിട്ട് എത്തണം. 8 to 9 രജിസ്ട്രേഷൻ ടൈം. അതിനുള്ളിൽ എത്തിയില്ല. ഇനിയിപ്പോൾ എന്തെന്ന് അറിഞ്ഞുകൂടാ. ഒരു യൂത്തിൻ്റെ ഫ്യൂച്ചറിനെ വെച്ചാണ് ഇപ്പം ഉണ്ടായ കളി. ആൻഡ് അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നൊരു കാര്യമാണ്. ബിക്കോസ് ഞങ്ങളുടെ ഫ്യൂച്ചർ ഡിറ്റർമിൻ ചെയ്യുന്ന വൺ ഓഫ് ദി എക്സാമിനേഷൻസ് ആണ്, വൺ ഓഫ് ദി ബെസ്റ്റ്. ഇത്രയും തർക്കിച്ചുകൊണ്ട് വിടില്ല എന്ന് പറയാനായിട്ട് ഇയാൾ ആരാണ്? ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് അയാള്. അദ്ദേഹത്തിന് പോണോന്ന് പറയുന്നു, ഡോക്ടറെ കാണാൻ പോണോന്നാ പറയുന്നത്. അവര് ചോദിക്കുന്നു ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? നിങ്ങളുടെ ജീവിതത്തിന് എന്ത് കുഴപ്പം വരുന്നു? ഒരു രോഗിയായ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നിങ്ങൾ എന്ത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു? ഇതാണ് പറയുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ പറയുന്നിട്ട് നിങ്ങൾ തർക്കിച്ചതുകൊണ്ട് വിടില്ല എന്ന്. അപ്പൊ അയാളുടെ ഈഗോ അവിടെ ഹർട്ടായി, അതുകൊണ്ട് ഇനി ഞാൻ വിടില്ല എന്ന്. പക്ഷെ പറയുന്ന ഒരു രോഗിയോടെയാണ്. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോടോ ഒന്നും അല്ല, സമൂഹത്തിൽ ഇറങ്ങിയാണ് പറയുന്നത്. ഒരു രോഗിയുടെ യാത്ര ചാൻസ് നഷ്ടപ്പെടും എന്ന് പറയുമ്പോഴത്തേക്കും അല്ല, കല്യാണത്തിന് പോകുന്നവര് 7 മണിയൊക്കെ ആയി. 1 മണിക്കൂറിൽ 8 മണി 8:30 എത്തേണ്ടായിരുന്നു. എത്തിയപ്പോൾ 11 മണി. തന്നെ ഇപ്പൊ ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ എഴുതാനും പറ്റത്തില്ല. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതായിരിക്കും. അവരെ വിളിച്ചപ്പോഴും അവരൊരു ആക്ഷൻ നമ്മുടെ കൊച്ചു കേരളത്തിലെ, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എത്ര ചെറിയ സംസ്ഥാനം നമുക്കല്ല, കൊച്ചു കേരളം അല്ലെങ്കിൽ 1 മാസം മുന്നേയൊക്കെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചേക്കുന്നതായിരിക്കും. അപ്പൊ അവരെയൊക്കെ വിടണം. അല്ലാതെ ഈ രീതിയിലുള്ള അവരുടെയൊക്കെ ഈഗോ പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥലമാക്കി എടുക്കരുത്. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെന്നായിരുന്നു ബിടെക്. അപ്പം നല്ലൊരു കോളേജാണ് VIT. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അത് 2 മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നു. പിന്നെ 9 മണിക്ക് കറക്റ്റായിട്ട് എത്തണം. 8 to 9 രജിസ്ട്രേഷൻ ടൈം. 2-2.5 മണിക്കൂർ അധികമായി ഇവിടെ കാറുകൾ കിടക്കുകയായിരുന്നു. ഈ കാറുകളിലാണ് VIT എൻട്രൻസിന് പോകേണ്ട വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി പോകുന്ന ഡോക്ടർമാരുണ്ടായിരുന്നത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി വിദേശത്ത് നിന്ന് എത്തിയ സ്ത്രീകൾ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കാറുകൾ കടത്തിവിടുകയാണ്, ബസ്സുകളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. അപ്പോൾ ഈ വാഹനങ്ങൾ കാറുകൾ മാത്രം കടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു തടഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഹർത്താൽ നടത്തുന്നത്. ഇത് ശരിയല്ല. ഈ കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ എക്സാം ഹാളിൽ എത്തിക്കാനുള്ള ഇത് അവർ തന്നെ ചെയ്യണമായിരുന്നു. ഈ ഹർത്താൽ നടത്തുന്നവര് അവർക്ക് എന്ത് നഷ്ടമാവാൻ? ഈ കുട്ടികളുടെ എക്സാം മുടങ്ങിപ്പോയാലും എക്സാം എഴുതാൻ പറ്റാതെയായാലും ഈ ഹർത്താൽ നടത്തി റോഡിൽ വണ്ടികൾ തടയുന്ന അവർക്ക് എന്ത് നഷ്ടമാവാൻ? അവർക്കൊന്നും നഷ്ടമാവത്തില്ല. അവർ വിചാരിക്കും മീഡിയക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമുക്ക് കുറച്ച് ഇപ്പൊ ഹീറോ ആയി കളിക്കാന്ന് വിചാരിച്ചിട്ട് വണ്ടി തടയുന്നതായിട്ടോ അവരോട് ആർഗ്യുമെന്റ് ചെയ്യുന്നതായിട്ടും ചെയ്യുന്നു. പക്ഷേ യൂത്തിന്റെ ഫ്യൂച്ചറിനെയും ഈ ഒരു ഹർത്താൽ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. കൈക്കുഞ്ഞുമായ ഒരു അമ്മ രാവിലെ മുതൽ പത്തനംതിട്ടയിലെ അടൂർ ബസ് സ്റ്റാൻഡിൽ KSRTC സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുകയാണ്. അവർക്ക് പോകാൻ കഴിയില്ല. ഈ കയ്യിലിരുന്ന കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്ന റിൻസി എന്നുള്ള സ്ത്രീ ഒടുവിൽ അവർ ആ അമ്മ സമരക്കാർക്ക് നേരെ പ്രതിഷേധിച്ചു. അമ്മയുടെ പ്രതികരണം. ഇത്രയും മാസങ്ങൾ കൊണ്ട് പ്രിപ്പറേഷൻ അവിടെ വരുമ്പോൾ എക്സാം എഴുതാനായിട്ട് എക്സാം ഹാളിൽ എത്താൻ ലേറ്റ് ആയി പോയി എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് പേരില് വൈകിട്ട് 12 മണിക്ക് അറിയാവോ? ഞങ്ങൾ അറിയുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിയുന്നത് സമരമാണെന്ന്.
എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പൊടിക്കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാത്തത് കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലാണെങ്കിൽ അവന്മാർ ചെയ്തേ. അവന്മാർ ഭാര്യ എല്ലാം ജോലിക്ക് പോകുന്നില്ലേ? ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെയാണ് തടഞ്ഞു വെച്ചേക്കുന്നത്. ആ ട്രാൻസ്പോർട്ട് ബസ്സിനെയൊക്കെ വിടാൻ അനുവദിക്കണമായിരുന്നു. അതിനൊന്നും തടയാൻ പാടില്ലായിരുന്നു. പറഞ്ഞത് കേട്ടില്ലേ? ഇന്ന് എൻട്രൻസ് എക്സാം ഉള്ള ദിവസമാണ്. എത്രയോ കുട്ടികളുടെ ഫ്യൂച്ചറിനെയാണ് ഇത് ബാധിക്കുന്നത്. അതേ കണക്ക് തന്നെ പല ഹോസ്പിറ്റലുകളിലും ഇന്ന് ഓപ്പറേഷൻ നടത്താനുണ്ടാവും, ഡെലിവറി നടത്താനുണ്ടാവും. അത് കണക്ക് പല പല കാര്യങ്ങൾക്ക് പോകാനുള്ള ഡോക്ടേഴ്സിനെയാണ് തടഞ്ഞത്. പിന്നെ മരണം, ഇതൊന്നും നമ്മളിപ്പോ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതിന് പോകാനുള്ള ആൾക്കാരെ തടഞ്ഞു വെക്കുന്നു. അപ്പോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നെത്തുന്ന ആൾക്കാരെ തടഞ്ഞു വെക്കുന്നു. എന്താ ഇത്? ഒറ്റ വാക്കിൽ പറയട്ടെ, ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. ഓരോ പാർട്ടിക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾ എങ്ങനെ പോയാലും ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങ് അനുസരിച്ചോളൂ. അതല്ലേ ഇപ്പൊ ഇവർ കാണിക്കുന്നത്. എന്റെ പൊന്നു ചേച്ചി, അവരുടെയൊക്കെ വീട്ടിലുള്ളവരെയൊക്കെ അവർ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവർ രാവിലെ വണ്ടിയിൽ കൊണ്ട് വിട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഈ റോഡിൽ ഇറങ്ങി പ്രഹസനം നടത്തുന്നത്. അല്ലാതെ അവരുടെ വീട്ടിലുള്ളവരെയൊന്നും ബാധിക്കുന്ന രീതിയിലൊന്നും അവരാരും ചെയ്യില്ല. നമ്മളെ ജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ട് ഈ ഹർത്താൽ നടത്തിയിട്ട് എന്ത് കിട്ടും? ഈ റാം എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ കാര്യം പറയുന്നു. അയാൾ കേരളത്തിൽ പോലും ഇല്ലെന്നാ പറയുന്നത്. അയാൾ വേറെ ഏതോ സംസ്ഥാനത്ത് പോയി ഒളിച്ചിരിപ്പുണ്ട്. അപ്പൊ അയാൾക്ക് കേരളത്തിൽ ഹർത്താൽ നടത്തിയോണ്ട് അയാൾക്ക് എന്ത്? അയാൾക്കൊന്നുമില്ല. എന്തിനാണ്? വേറെ വല്ല മാർഗവും വെച്ചിട്ട് ഈ ഡോക്ടേഴ്സിനെയൊക്കെ പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും നോക്കൂ. അല്ലാതെ ഈ പബ്ലിക്കിനെ അല്ലെ പൊതുജനത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഒന്നും നേടാനില്ല. പക്ഷെ നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിതുണ്ടായിരുന്നു. എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്നേനെ. കുട്ടിയുടെ മരണത്തിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കണം, അതിന് നീതി മേടിക്കടിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റി എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ ഈ കാണിച്ച ഈ ഹർത്താലിന്റെ പേരിൽ പല ജനങ്ങൾക്കും ഇപ്പം അവരോട് ഇതായിട്ടുണ്ടാവും. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് പല ജനങ്ങളും. എത്രയോ ജനങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഈ ഒരു ഹർത്താലിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതെന്ന്. അപ്പൊ അവർക്കൊക്കെ മനസ്സിൽ തോന്നത്തില്ലേ, ആ ഒരു കുട്ടിയുടെ കാരണമല്ലേ നമ്മളിപ്പോ ഇങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. പക്ഷെ ഇവർ ഈ ഹർത്താൽ ഉണ്ടാക്കി ആഹ്വാനം ചെയ്ത ആൾക്കാർ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഹർത്താൽ നടത്തിക്കോളൂ, പക്ഷെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത വിധം നിങ്ങൾ നടത്തിക്കോളൂ. എന്താ ഇത്? നമുക്ക് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മുടെ ഈഗോ കാണിക്കാനും വേണ്ടിയിട്ട് പബ്ലിക് ഇറങ്ങിയിട്ട് ഓരോന്ന് കാണിക്കുന്നു. അത്ര തന്നെ. പൊതുജനങ്ങൾ സഹിച്ചോളുക. എന്തായാലും ഇപ്പൊ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ന് ഹർത്താലില് ആൾക്കാരെ തടഞ്ഞ്, അതായത് യാത്രക്കാരെ തടഞ്ഞ് അവരോട് മോശമായി പെരുമാറിയതും രോഗികളോട് പ്രത്യേകിച്ച് മോശമായി പെരുമാറിയ അവർക്കെതിരെ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഹർത്താലൊക്കെ നിരോധിച്ചതാണ്. ഇതാണ് എന്റെ അഭിപ്രായം. എനിക്ക് സത്യം പറയാലോ, ഇന്നത്തെ ഈ ഒരു ഹർത്താലിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. എനിക്കിത് കണ്ടിട്ട് തന്നെ ഇതിന്റെ ആവശ്യം എന്താണ്? ഈ ഒരു ഹർത്താൽ നടത്തിയത് കൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. പറഞ്ഞല്ലോ, കുറെ ആളുകൾക്ക് കുറച്ച് ഹീറോ ആവാനുള്ള അവസരം കിട്ടും. അല്ലാതെ ഇതുകൊണ്ട് എന്താ കിട്ടുന്ന? ഒന്നും കിട്ടത്തില്ല. ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യുന്നു, നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെയ്യണമായിരുന്നു. എന്നാൽ പൊതുജനങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ നിന്നേനെ. പക്ഷെ ഇതിപ്പോ ഒരുപാട് പേർക്ക് വിമർശനമായില്ലേ? ആയി. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയും. ഞാൻ എന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പറയാതിരിക്കാൻ തോന്നുന്നില്ല.